എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷ തവണ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ്. ആദ്യമായിട്ട് നമ്മൾ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാ. ക്വസ്റ്റ്യൻ മോഡൽ പരീക്ഷയ്ക്ക് ആദ്യം ചോദിച്ചത് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഫൈൻഡ് ദി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായിട്ട് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതങ്ങ് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 16 - 10 ദറ്റ് ഈസ് 6 എന്ന് കിട്ടും. അപ്പോൾ 16 10 കുറച്ച് 6 കോമൺ ഡിഫറൻസ്. അപ്പോൾ 16 കുറെ 6 കൂട്ടിയാൽ 22 ആയിരിക്കും ഇവിടുത്തെ ടേം. 10 6 കുറച്ചാൽ 4 ആയിരിക്കും ഇവിടുത്തെ ടേം. അപ്പോൾ ആൻസർ D is equal to 6. അപ്പോൾ 10 16 തന്നിരിക്കുന്ന ടേമാണ്. അപ്പോൾ D 6 ആണ്. അപ്പോൾ 16 കൂടെ 6 കൂട്ടി 22, 10 6 കുറച്ചു 4. അപ്പോൾ മിസ്സിംഗ് ടേംസ് എന്ന് പറഞ്ഞാൽ 4ഉം 22 ആണ്. അപ്പോൾ ഒന്നാമത്തെ പദം 4, നാലാമത്തെ പദം 22. 2 മാർക്കിന്റെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എന്താണ്? PQR and S are the midpoints of the sides of the rectangle ABCD. A dot is put inside this rectangle. What is the probability that the dot to be inside the shaded region, outside the shaded region? അതായത് ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ് PQRS. അപ്പൊ ഇതില് കുറെ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ PQRS ജോയിൻ ചെയ്ത് അതിന്റെ ഡയഗണൽസ് വരച്ചു. അപ്പൊ നോക്കിയാൽ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5 6 7 8 ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾസ് എല്ലാം സെയിം ആണെന്ന് കണ്ടാൽ അറിയാം. അതിൽ 2 ട്രയാങ്കിൾ ഷെയ്ഡഡ് റീജിയൻ ആണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ ആ കുത്ത് ഷെയ്ഡഡ് റീജിയനിൽ വീഴാനുള്ള സാധ്യത. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി പോയിന്റ് ഫാൾസ് വിത്തിൻ ദി ഷെയ്ഡഡ് റീജിയൻ? അപ്പോൾ അവിടെ നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ there are 8 triangles. Out of that 2 are shaded. So probability that the point falls within the shaded part എന്ന് പറയുന്നത് 2 out of 8. ടോട്ടൽ 8 ട്രയാങ്കിൾസ് ആണുള്ളത്. 8 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ 2 ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ 2/8. അത് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/4 എന്ന് എഴുതാം. 2/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ട്. If the point what is the probability that the point falls outside the shaded region? ഇതിനകത്ത് കണ്ണടച്ചൊരു കുത്തിടുമ്പോൾ ആ കുത്ത് ഈ ഷെയ്ഡഡ് റീജിയന് പുറത്തു വരാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഒഴിച്ച് ബാക്കി 6 എവിടെയെങ്കിലും വീഴാനുള്ള. അപ്പോൾ ടോട്ടൽ 8 ട്രയാങ്കിൾസ് ആണ്. ഔട്ട് ഓഫ് ദാറ്റ് 6 ആർ അൺഷെയ്ഡഡ് പാർട്ട്. സോ പ്രോബബിലിറ്റി ദാറ്റ് ദി പോയിന്റ് ഫാൾസ് ഔട്ട്സൈഡ് ദി ഷെയ്ഡഡ് റീജിയൻ ഈസ് 6/8. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6/8 എന്ന് പറഞ്ഞാൽ 3/4. മുകളിൽ താഴെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിന്റെ പ്രോബബിലിറ്റി. 2 മാർക്കിന്റെ രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദി ഗിവൺ ഫിഗർ ഫൈൻഡ് ദി ലെങ്ത് DP, സെക്കൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ, ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് 4 സൈഡ്സും വരച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ A 90 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലെങ്ത് 14 ആണ്, ഇത് 8 ആണ്. ആദ്യത്തെ പാർട്ട് വാട്ട് ഈസ് ദി ലെങ്ത് DP എത്രയാണെന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡിയിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജൻസ് ആണ് DQവും DPയും. അപ്പൊ DQ തന്നെയാണ് DP. ഇപ്പൊ DP എത്രയാണെന്ന് ചോദിച്ചാൽ DP ഈക്വൽ ടു 8 cm because length of the tangents drawn from a point to the circle are equal. So DQ equal to DP, that is DP equal to 8 cm എന്ന് കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? ലെങ്ത് ഓഫ് ടാൻജൻസ്, ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജന്റ് ലെങ്ത് ഈക്വൽ ആണ്. അപ്പൊ DQ തന്നെയാണ് DP. അപ്പൊ DQ 8 ആയതുകൊണ്ട് DP എത്രയാണ്? 8 തന്നെ. അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. DP 8 എന്ന് കിട്ടി. ഇത്രയും 4 ആണ്. അപ്പൊ ഇത്രയും 14 ആണ്. ഈ 14 നിന്ന് ഈ 8 കുറച്ച ബാക്കിയുള്ളതാണ് എന്ത്? AP. അതായത് 14 - 8
6 എന്ന് കിട്ടും. അതായത് എ പി ഈക്വൽ ടു 6. എ പി എന്ന് പറയുന്നത് 6 ആണ്. കൂടാതെ ഈ ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്. അപ്പൊ നമ്മൾ ഇതൊരു എന്താണ്, ഈ റേഡിയസും ഈ രണ്ട് റേഡിയസും ഇത്രയും എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ ഈ എ പി തന്നെയാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇത് 90 ഡിഗ്രി ആകുമ്പോൾ റേഡിയസിന് ഈക്വൽ ആയിരിക്കും ലെങ്ത് ഓഫ് ടാൻജന്റ്. കാരണം ഇതൊരു സ്ക്വയർ ആയിട്ട് വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ പി 6 ആയതുകൊണ്ട് റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഓൾസോ 6. അപ്പോൾ ഇതും 2 മാർക്കിന്റെ ചോദ്യം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയി. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ 4 ക്വസ്റ്റ്യനിൽ 3 ആൻസർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇവിടെ ആൻസർ ചെയ്യുമ്പോൾ എല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 4ാമത്തെ കൂടി നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ഫോർത്ത് വെർട്ടെക്സ് ഓഫ് വെർട്ടെക്സ് സി ഓഫ് ദി പാരലോഗ്രാം എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന ഈ പാരലോഗ്രാമിന്റെ 3 വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എ 4 1 ആണ്, ബി 9 3 ആണ്, ഡി 5 4 ആണ്. സിയുടെ കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏത് പാരലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് കാണാനുള്ള എളുപ്പവഴി. എങ്ങനെയാണ് പാരലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് കാണുന്നത്? അതായത് ഓപ്പോസിറ്റ് വെർട്ടീസസിന്റെ എക്സ് കോർഡിനേറ്റുകളുടെ സം ഈക്വൽ ആയിരിക്കും, വൈ കോർഡിനേറ്റുകളുടെ സം ഈക്വൽ ആയിരിക്കും. ഏതാണെങ്കിൽ പാരലോഗ്രാം ആണെങ്കിൽ. അപ്പൊ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആവും തന്നിട്ടുണ്ട്. അപ്പോ സിയുടെ കോർഡിനേറ്റ് നമ്മൾ എക്സ് വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4 തന്നെയായിരിക്കും 5 പ്ലസ് 9. എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 9 ഈക്വൽ ആണ്. 5 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പൊ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 5 പ്ലസ് 9 ആയി 14. അപ്പൊ എക്സ് പ്ലസ് 4 ഈസ് ഈക്വൽ 14 ആവുമ്പോൾ എക്സ് എന്ന് കിട്ടും 9 പ്ലസ് 5 മൈനസ് 4 ദാറ്റ് ഈസ് 10. എക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് 9ഉം 5ഉം കൂടി കൂട്ടിയിട്ട് ഈ 4 കുറച്ചു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി വൈയോ വൈ കോർഡിനേറ്റ് അതുപോലെയാണ്. വൈ സൂചക സംഖ്യകളെ വൈ പ്ലസ് 1ഉം 4 പ്ലസ് 3 ഈക്വൽ ആയിരിക്കും. വൈ സൂചക സംഖ്യ അതായത് വൈ കോർഡിനേറ്റ്സിന്റെ സമ്മ ഈക്വൽ. അപ്പോൾ വൈ പ്ലസ് 1 ഈക്വൽ ടു 4 പ്ലസ് 3. അതിൽ നിന്ന് വൈ ഈക്വൽ ടു 4 പ്ലസ് 3 മൈനസ് 1 ദാറ്റ് ഈസ് 6. 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 7. 7 മൈനസ് 1 6. അപ്പോൾ 4ഉം 3ഉം ആഡ് ചെയ്ത് 1 സബ്ട്രാക്ട് ചെയ്താൽ വൈ കിട്ടി. അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് എന്താണ്? 10 6. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 10 6. ശരിയല്ലേ? എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? ഇത് 10ഉം ഇത് 4ഉം. 10 പ്ലസ് 4 14. 5 പ്ലസ് 9 14. ശരിയാണ്. അതുപോലെ വൈ പ്ലസ് ഇത് 6 ആണ്. അപ്പോൾ 6 പ്ലസ് 1 7. 4 പ്ലസ് 3 7. അപ്പോൾ അങ്ങനെ ശരിയാണെന്നും കൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ 4 പാർട്ടിൽ 4 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ചോദിച്ചാൽ 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും അടുത്ത SSLC പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതൊന്ന് ആൻസർ ചെയ്ത് ഒന്ന് പഠിക്കുന്നത് എന്നായിരിക്കും. 5th ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമുക്ക് 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 5 അതായത് 6 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ 4 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് ഇതാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് angles of the triangles are 55 degree and 62.5 degree. 2 ആംഗിൾസ് 55 ഡിഗ്രി 62.5 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ ആണ്. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഒരു സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ വെർട്ടീസസിലൂടെ കടന്നു പോകുന്ന സർക്കിളാണ്. അപ്പോൾ ആ സർക്കിളിന്റെ റേഡിയസ് 3 ആണ്. അതിൻ്റെ 2 ആംഗിൾസ് 55ഉം 62.5 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സർക്കിൾ അറിയാം, സർക്കിളിന്റെ റേഡിയസ് അറിയാം. അപ്പോൾ സർക്കിൾ വരയ്ക്കാം. വെർട്ടീസ് ഓഫ് ദി ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് സെൻട്രൽ ആംഗിൾസ് എടുക്കുക. സെൻട്രൽ ആംഗിൾസ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആംഗിൾസിന്റെ ടോയ്സ് ആയിരിക്കും. 55ന്റെ ടോയ്സ്. അത് സർക്കം റേഡിയസ് അല്ലെങ്കിൽ വെർട്ടീസ് ഓൺ ദി സർക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ്സ് ആംഗിൾ ആണ് എടുക്കേണ്ടത്. 55ന്റെ ഇരട്ടി 110, 62യുടെ ഇരട്ടി 125. മനക്കണക്കായിട്ട് കൂട്ടിയാൽ മതി. 62ന്റെ ഇരട്ടി 60ന്റെ ഇരട്ടി 120, 2.5യുടെ ഇരട്ടി 5. അപ്പോൾ 125 125 അങ്ങനെ മനക്കണക്കായിട്ട് കൂട്ടിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. എത്ര സെന്റിമീറ്റർ റേഡിയസ്? 3 സെന്റിമീറ്റർ. അപ്പോൾ 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഒരു റേഡിയസ് വരയ്ക്കുക. ഏതെങ്കിലും ഒരു റേഡിയസ് വരച്ചു. അപ്പോൾ ഒരു വെർട്ടെക്സ് നമ്മൾ ഫിക്സ് ചെയ്തു. ഒരു കോർണർ, ഒരു ട്രയാങ്കിളിന്റെ ഒരു കോർണർ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി അടുത്ത റേഡിയസ് നമ്മൾ വരയ്ക്കുന്നത് ഈ തന്നിരിക്കുന്നത് ടോയ്സ് ആംഗിൾ ഉണ്ടല്ലോ.
അപ്പോൾ ആദ്യത്തെ ആംഗിൾ 110 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരയ്ക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ ട്രയാങ്കിൾ വെച്ച് 110 ഡിഗ്രി അടയാളപ്പെടുത്തി അടുത്ത റേഡിയസ് വരച്ചു. അപ്പോൾ രണ്ടാമത്തെ വെർട്ടെക്സ് കിട്ടി. ഇനി അടുത്ത റേഡിയസ് വരയ്ക്കാൻ 125 ഡിഗ്രി, ഇപ്പോൾ ട്രയാങ്കിൾ വെച്ച് വീണ്ടും 125 ഡിഗ്രിയിൽ അടുത്ത റേഡിയസ് വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടി 3 വെർട്ടെക്സും കിട്ടി. അപ്പോൾ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സ് ആണിത്, അത് കൂട്ടി വരയ്ക്കുക ട്രയാങ്കിളായി. അപ്പോൾ ഇതാണ് റിക്വേർഡ് ട്രയാങ്കിൾ. അതായത് ഇത് 125 ആയതുകൊണ്ട് ഇത് 62 വരും, കാരണം ഇതിന്റെ ട്വൈസ് ആയത്. അതുപോലെ 110 ആയതുകൊണ്ട് ഇത് 55 വരും. അപ്പോൾ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയസ് വരച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിളിന്റെ ട്വൈസ് സെന്ററിൽ എടുക്കുകയും അത് വരത്തക്ക രീതിയിൽ റേഡിയസ് വരച്ചു. എന്നിട്ട് റേഡിയസ് സർക്കിളിൽ മീറ്റ് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ട്രയാങ്കിൾ 3 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ളത്. വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം. Scores of 5 students in an examination are given below in increasing order: 29, 34, x, 36, 39. If the median is 34, find x. That is the first part. If a student of mark 41 is added to this group, what is the median? ഒരു 41 മാർക്കുള്ള ഒരു കുട്ടിയും കൂടി ഈ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ മീഡിയൻ എന്തായിരിക്കും? അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 മാർക്കിന്റെ ചോദ്യം ഇത്തരത്തിൽ ഒരെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി മീഡിയൻ ഈസ് 34 ഫൈൻഡ് എക്സ് എന്നാണ്. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ നടുക്ക് വരുന്ന സംഖ്യയാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ 5 സംഖ്യകളാണ്, 1, 2, 3, 4, 5. അപ്പോൾ ഇതിന്റെ നടുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് തന്നെയല്ലേ നടുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ മീഡിയൻ എക്സ് തന്നെയാണ്. എക്സ് മീഡിയൻ 34 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് എത്രയായിരിക്കണം? 34 ആയിരിക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സ് സമം 34. കാരണം മീഡിയൻ എന്ന് പറയുന്നത് നടുക്ക് വരുന്നതാണ്. നടുക്ക് വരുന്നത് എക്സ് ആണ്. അത് 34 ആണ് തന്നിട്ടുണ്ട്. മീഡിയൻ 34 ആയതുകൊണ്ട് നടുക്ക് വരുന്നത് 34. നടുക്ക് വന്നിരിക്കുന്ന സംഖ്യ ഇവിടെ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 34. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ഈ ഗ്രൂപ്പിന്റെ കൂടെ 41 കൂടി വരുന്നു. അപ്പോൾ when 41 is included, the marks are in ascending order are എന്ത് വരും? 29, 34, എക്സിന്റെ സ്ഥാനത്ത് 34, 36, 39, പിന്നെ 41. അപ്പോൾ ഇതാണ് മാർക്സ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 എണ്ണം വന്നു കഴിഞ്ഞാൽ നടുക്ക് 2 എണ്ണം വരും. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്ക് 2 എണ്ണം വരുന്നതിന്റെ ആവറേജ് ആണ്. അപ്പോൾ കണ്ടോ, 34ഉം 36ഉം ആണ് നടുക്ക് വരുന്നത്. കാരണം ആകെ 6 നമ്പർ വരുമ്പോൾ ഇവിടെ 5 എണ്ണം ആയിരുന്നപ്പോൾ നടുക്ക് 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6 എണ്ണം ആകുമ്പോൾ നടുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈ 34ഉം 36ഉം കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. 34ഉം 36ഉം ആഡ് ചെയ്താൽ 70/2 35. എപ്പോഴും ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും. 34ഉം 36ന്റെ നടുക്ക് 35 ആണല്ലോ. അപ്പോൾ അതായിരിക്കും എപ്പോഴും ആൻസർ വരിക. അപ്പോൾ 35 ആണ് മീഡിയൻ. ഇപ്പോൾ 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇതുപോലെയാണ് ചെയ്തു വെക്കേണ്ടത്. ഒരെണ്ണം നോക്കാം. 7th ക്വസ്റ്റ്യൻ. ഇത് കോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഒറിജിൻ O. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് 50 എന്ന് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് ഓഫ് എ 50 ആണ്. എ സെന്റർ ആക്കി ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. അത് ഈ ആക്സിസിന് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് സിയും ബിയും. ഈ ആംഗിൾ 45 ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ OAB 45 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദി ലെങ്ത് OA എന്ന് പറഞ്ഞ ലെങ്ത് എന്ന് പറഞ്ഞത് ഇതാകണ്ടോ. ഇത് 50 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഒറിജിനിൽ നിന്ന് 5 യൂണിറ്റ് അകലെ വരുമ്പോഴല്ലേ ഇത് 50 എന്നുള്ള പോയിന്റ് ആവുള്ളൂ. അപ്പോൾ ഇത് 50 ആയതുകൊണ്ട് OA എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OA 5 യൂണിറ്റ്. പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പോൾ OA 5 യൂണിറ്റ്. അത് ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആണ്. ഇത് 50 വരണമെങ്കിൽ, എക്സ് ആക്സിസിൽ 50 വരണമെങ്കിൽ ഒറിജിനിൽ നിന്ന് 5 യൂണിറ്റ് അകലെ ആയിരിക്കണം എ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ആയ ഈ 5 ആണ് ഡിസ്റ്റൻസ്. അതായത് 5 യൂണിറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് OA. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? ഫൈൻഡ് AB. AB എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് വീണ്ടും 45 വരും. 1:1:√2. അതായത് ബേസ് എക്സ് ആയാൽ ഇത് എക്സ്, ഇത് √2x. ഇത് 5 യൂണിറ്റ് ആണെന്നറിയാം.
അപ്പോൾ 5ന്റെ √2 ടൈംസ് ആയിരിക്കും എ ബി. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 5√2, അതായത് 45 ഓപ്പോസിറ്റുള്ള ഇത് രണ്ടും ഈക്വൽ ആണ്. അത് എക്സ് എക്സ്, അപ്പോൾ ഇത് √2x. അപ്പോൾ ഇത് 5 ആയതുകൊണ്ട് ഇത് √2 × 5. അപ്പോൾ 5√2 ആണ് എ ബി. അപ്പോൾ എ ബി കിട്ടി. തേർഡ് പാർട്ട് എന്താണ്? കോർഡിനേറ്റ് ഓഫ് സി. സിയുടെ കോർഡിനേറ്റ് എന്താണ്? അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എ ബി 5√2 എന്ന് കിട്ടി. അപ്പോൾ എ സിയും 5√2 ആണ്. കാരണം എന്താ? ഇത് ആ സെക്ടറിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ റേഡിയസ് ആണ്. അപ്പോൾ എ സി തന്നെയാണ് എ ബി. എ ബി 5√2 ആയതുകൊണ്ട് എ സി എന്ത് തന്നെയാണ്? 5√2 ആണ്. അപ്പോൾ ഇത് 5√2, ഇത്രയും 5. ഇപ്പൊ സിയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ആണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് 0 എന്ന് അറിയാം, കാരണം ഇത് എക്സ് ആക്സിസ് ആ. എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആയ 5ഉം 5√2 കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോ ഒ സി എന്ന് പറയുന്നത് OA പ്ലസ് എ സി ആണ്. അത് 5 + 5√2 ആണ്. 5 + 5√2 നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ √2ന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെ എഴുതിയാൽ √2ന്റെ ഒന്നും വാല്യൂ കൊടുക്കേണ്ടതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 5 + 5√2, അത് 10√2 എന്ന് എഴുതി തെറ്റിക്കരുത്. 5 + 5√2 ആണ് ഈ ഡിസ്റ്റൻസ്. വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 5 + 5√2, 0. ഇത്ര എഴുതി കഴിഞ്ഞാൽ 3 മാർക്കായി. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് 2 വട്ടം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താം. അപ്പോൾ ആദ്യത്തെ 7 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.